ഹായ് ഫ്രണ്ട്സ്, കേരള സർവകലാശാല ഒന്നാം വർഷ ബിരുദ പ്രവേശനം 2024-25 സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൻ്റെ ഡേറ്റ് 15-ലേക്ക് നീട്ടിയിട്ടുണ്ട്. ഇംപ്രൂവ്മെൻ്റ് എക്സാമിൻ്റെ റിസൾട്ട് വന്നവർക്കും കൂടി അതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒന്നാം വർഷ ബിരുദ പ്രോഗ്രാമുകളിലേക്കുള്ള പ്രവേശനത്തിന് നിലവിൽ രജിസ്ട്രേഷൻ ചെയ്യാത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ ജൂലൈ 1 മുതൽ ഇനി വരുന്ന ജൂലൈ 15 വരെയും പുതിയ രജിസ്ട്രേഷൻ നടത്താവുന്നതാണ്. പുതുതായി രജിസ്റ്റർ ചെയ്യുന്നതിന് മുൻപായി നിർദ്ദേശങ്ങൾ, അതായത് പ്രോസ്പെക്ടസ് ഡീറ്റെയിൽ ആയിട്ട് വായിക്കുക. നിലവിൽ അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾ പുതുതായി ഓപ്ഷൻ നൽകിയാൽ അവർ പ്രൊഫൈലിൽ മുൻപ് നൽകിയ ഓപ്ഷനുകൾ ക്യാൻസൽ ആകുന്നതാണ് എന്ന് പ്രത്യേകം ഓർക്കുക. ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടാത്തവർക്ക് പുതിയ ഓപ്ഷൻ നൽകാനുള്ള പ്രൊവിഷനുണ്ട്. പക്ഷേ അവർ പുതിയ ഓപ്ഷൻ നൽകിയാൽ മുന്നത്തെ ഓപ്ഷനുകളെല്ലാം ക്യാൻസൽ ആവും. പുതുതായി നൽകിയ ഓപ്ഷനുകൾ മാത്രമേ തുടർന്ന് വരുന്ന സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകളിലേക്ക് പരിഗണിക്കുകയുള്ളൂ എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. മുൻ അലോട്ട്മെൻറ്റുകളിൽ ഫീസ് കൊടുക്കാതെ അലോട്ട്മെൻറ്റ് റദ്ദായ അപേക്ഷകരും ഫീസ് അടച്ചിട്ടും കോളേജിൽ പ്രവേശനം നേടാൻ സാധിക്കാത്തവരും ടെമ്പററി അഡ്മിഷൻ എടുത്തതിന് ശേഷം മൂന്നാം ഘട്ട അലോട്ട്മെൻറ്റിൽ പെർമനൻ്റ് അഡ്മിഷൻ എടുക്കാതെ അഡ്മിഷൻ നഷ്ടമായ വിദ്യാർത്ഥികളും ആപ്ലിക്കേഷൻ നമ്പർ, പാസ്വേഡ് എന്നിവ ഉപയോഗിച്ച് പ്രൊഫൈൽ ലോഗിൻ ചെയ്ത ശേഷം പുതുതായി ഓപ്ഷനുകൾ നൽകേണ്ടതാണ്. അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾ പുതുതായി നൽകിയ ഓപ്ഷനുകൾ മാത്രമേ തുടർന്ന് വരുന്ന സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുകയുള്ളൂ എന്നും പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രൊഫൈലിൽ തിരുത്തൽ വരുത്തൽ, അലോട്ട്മെൻറ്റിലേക്ക് വീണ്ടും പരിഗണിക്കൽ എന്നിവ ആവശ്യമുള്ള എല്ലാ വിദ്യാർത്ഥികളും, ഇതിനായി സർവകലാശാലയിൽ അപേക്ഷ നൽകിയിട്ടുള്ള വിദ്യാർത്ഥികൾ ഉൾപ്പെടെ എല്ലാവരും ഈ 15-ാം തീയതിക്കുള്ളിൽ തന്നെ സ്വയമായി അവരവരുടെ പ്രൊഫൈലിൽ പ്രസ്തുത മാറ്റങ്ങൾ വരുത്തി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ താല്പര്യമുള്ള പക്ഷം ആയതിലേക്ക് പരിഗണിക്കുന്നതിന് വേണ്ടി പുതുതായി ഓപ്ഷനുകൾ നൽകേണ്ടതാണ്. കാരണം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലേക്ക് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. മാത്രമല്ല, സ്പോർട്സ് കോട്ട അഡ്മിഷൻ്റെ കാര്യവും ഇപ്പോൾ പറയുന്നുണ്ട്. അതായത് നിലവിൽ സ്പോർട്സ് കോട്ട രജിസ്റ്റർ ചെയ്യാത്തവർക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്തി പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത് സ്പോർട്സ് കോട്ട അഡ്മിഷന് വേണ്ടി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. നിലവിൽ സ്പോർട്സ് കോട്ട രജിസ്ട്രേഷൻ ഉള്ളവർക്കും സർട്ടിഫിക്കറ്റുകൾ റിജക്റ്റ് ആയ വിദ്യാർത്ഥികൾക്കും പുതിയ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യുന്നതുമാണ്. ഒന്നാം സ്പോർട്സ് കോട്ട റാങ്ക് ലിസ്റ്റ് അവസാനിച്ച ശേഷവും ഒഴിവ് നിലനിൽക്കുന്ന പക്ഷമാണ് ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികളെ അതിലേക്ക് പരിഗണിക്കുക. ഓൾറെഡി സ്പോർട്സ് കോട്ട ലിസ്റ്റ് ആദ്യമേ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ നടത്തിയ ഓപ്ഷൻ കൊടുത്തവരുണ്ട്. അവരത് തീർന്ന പക്ഷമാണ് ഈ സപ്ലിമെൻ്ററി ഇപ്പം ഇനി കൊടുക്കുന്നവരെ പരിഗണിക്കുക. അതുപോലെ മാനേജ്മെൻറ്റ് കോട്ട അഡ്മിഷനും നടക്കുന്നുണ്ട്. മാനേജ്മെൻറ്റ് കോട്ട അഡ്മിഷൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഈ അവസരം പ്രയോജനപ്പെടുത്തി പ്രൊഫൈൽ രജിസ്റ്റർ ചെയ്തതിന് ശേഷം പ്രിൻ്റ് ഔട്ടുമായി താല്പര്യമുള്ള കോളേജിലെ മാനേജ്മെൻറ്റ് ഓഫീസുമായി കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. എന്തായാലും ഇപ്പോൾ ഇംപ്രൂവ്മെൻ്റ് എക്സാമിലൂടെ റിസൾട്ട് വന്നവർക്കും ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടാത്തവർക്കും ഇതുവരെ രജിസ്റ്റർ ചെയ്തവർ എല്ലാവർക്കും ഉള്ളൊരു അവസരമാണ്. കേരള യൂണിവേഴ്സിറ്റി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് 15 വരെ. കണ്ണൂർ യൂണിവേഴ്സിറ്റിയും കാലിക്കറ്റൊക്കെ ഇനിയും വരുന്നുണ്ട്. വെയിറ്റ് ചെയ്യുക.